ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു മാസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരികയാണ്. കുറച്ച് തിരക്കായിപ്പോയി. അന്നത്തെ ഗിവ് അവേൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മഴക്കാല സംരക്ഷണം. നമ്മൾ കോഴി ഫാമൊക്കെ നടത്തുന്നവർ എന്തൊക്കെ മുൻകരുതലെടുക്കണം, ഞാൻ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യണത് എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതുപോലെ ഫാം റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ള താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കോഴിക്കോട് നനയാതിരിക്കാനും കോഴിക്കൂട്ടിനുള്ളിലേക്ക് മഴവെള്ളം വരാതിരിക്കാനും നമ്മൾ കോഴിക്കൂട്ടിക്ക് തണുപ്പടിക്കാതിരിക്കാനൊക്കെ ഉള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് കോഴിക്കൂട് അല്ലെങ്കിൽ ഷെഡൊക്കെ നമ്മൾ മറക്കാൻ ശ്രദ്ധിക്കുക. ടാർപ്പായോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ അറ്റ്ലീസ്റ്റ് ചാക്കോണ്ടോ, അങ്ങനെ നമ്മൾ ഈ റോളായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു പച്ച ഷീറ്റൊക്കെ ഉണ്ടല്ലോ, മറക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതോ എന്താണോ നമുക്ക് അവൈലബിൾ ആയത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൂട് കവർ ചെയ്യുക. എല്ലാ സമയത്തും കൂട് കവർ ഇടണം എന്നല്ല പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പം, അതായത് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പം അല്ലെങ്കിൽ കാറ്റടിക്കുമ്പം അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ നമ്മളത് സെറ്റാക്കി വെക്കണം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും, അല്ലാത്തപ്പോൾ നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ സൈഡാക്കി വെക്കാനോ എങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെയാണോ പോസിബിൾ ആയത് ആ രീതിയിൽ നമ്മളത് സെറ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കോഴിക്കൂട്ടിൽ നമ്മൾ ലിറ്റർ സിസ്റ്റത്തിലാണ് കോഴിക്കൂട് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ലിറ്റർ എല്ലാ ദിവസവും നമ്മൾ ഒന്ന് ഇളക്കാനും അതുപോലെ തന്നെ കുമ്മായം വിതറാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 15 ദിവസം കഴിയുമ്പോഴെങ്കിലും നമ്മൾ ആ ലിറ്റർ മേലത്തെ ലിറ്ററെങ്കിലും ഒന്ന് മാറ്റിയിട്ട് പുതിയ ലിറ്റർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ അത്ര മഴ കൂടുതലൊന്നും ഇല്ലല്ലോ, വെയിലൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു 3-4 ചാക്ക് ലിറ്റർ നമ്മൾ ഒരു മഴ കൊള്ളാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കണം. ചകിരിച്ചോറാണെങ്കിൽ അങ്ങനെ, മരപ്പൊടി, ചിപ്പിളി അല്ലെങ്കിൽ മണ്ണ് എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിനി മഴ പെയ്യുമ്പോൾ നമുക്ക് ലിറ്റർ മാറ്റണം. ഇത് നമ്മൾ നിലവിലുള്ള സംവിധാനമൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മരപ്പീടി എന്താ പറയുക, ഈർച്ചപ്പൊടി വാങ്ങാനോ അല്ലെങ്കിൽ ചിപ്പിളിച്ചീള് വാങ്ങാനോ ആശാരിപ്പീടിയിലോ അല്ലെങ്കിൽ മില്ലിലോ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അവിടുത്തെ സാധനങ്ങളും നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. നനഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖം എന്തായാലും വരും. അവരുടെ കാലിനൊരു ചീച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ കാഷ്ടം അതിലേക്ക് വരുമ്പോൾ ആ അമോണിയൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കോഴികൾക്ക് അസുഖം വരും. അത് ശ്വസിക്കുമ്പോഴും മറ്റൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കൂട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം നമ്മൾ മുൻകരുതലായിട്ട് എടുത്ത് വെക്കണം. പിന്നെ തുടർച്ചയായിട്ട് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവരുടെ കൂടിൻ്റെ അടുത്തൊരു വലിയ ടാർപ്പായി എന്തെങ്കിലും വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് പുറത്തിറക്കാനും, മഴ കുറഞ്ഞ സമയത്ത് പുറത്തിറക്കാനും, അതുപോലെ തന്നെ ചെറിയ എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനൊക്കെ അത് ഉപയോഗിക്കും. ആ ഒരു ടാർപ്പായി വീട്ടിലുള്ള വേസ്റ്റ് ടാർപ്പായോ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ, നമുക്ക് മഴ പെട്ടെന്ന് പെയ്യുന്ന സമയത്ത് ഇവർക്ക് കയറി നിൽക്കാനും, മഴ കൊണ്ടു കഴിഞ്ഞാൽ നാടൻ കോഴിയാണ് അസുഖം വരില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എല്ലാ കോഴികൾക്കും അസുഖം വരും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഫയോമിക്ക് അങ്ങനെ വരുന്നില്ലേ, ബാക്കി എല്ലാ കോഴികൾക്കും കഫക്കെട്ടും ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ സീസണിൽ ഞാൻ കുറേ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെറ്റില കഷായം ഒരു മാസത്തേക്കെങ്കിലും നമ്മൾ ഉപയോഗിക്കാനുള്ള രീതിയിൽ നമ്മളുടെ കോഴിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വെറ്റില കഷായം റെഡിയാക്കി വെക്കുക. അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുടിവെള്ളം കൊടുക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിന് ഒരു 10 ml രീതിയിൽ അത് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴികളെ രോഗം വരാതെ അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണല്ലോ. കോഴികൾക്ക് അങ്ങനെ പെട്ടെന്ന് ചെറുതായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാലും വിഷയം ഉണ്ടാവില്ല.
പിന്നെ നമുക്ക് മരുന്ന് മഴക്കാലത്തൊക്കെ ഒന്നിന് അസുഖം വന്നു കഴിഞ്ഞാൽ മതി, പിന്നെ ഫാം മൊത്തം നമ്മൾ എല്ലാവർക്കും മരുന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് മഴയും ചളിയും കോഴികൾക്ക് അസുഖമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പരിപാടിയോട് മടുപ്പ് തോന്നും. അങ്ങനെ ഒരു സംവിധാനത്തേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മുൻകരുതൽ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള വെറ്റില കഷായം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. അതല്ല വെറ്റില കഷായം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, മൃഗാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ നമ്മളെ PSM വാട്ടർ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്കറിയില്ല. കോഴിമരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളം കിട്ടുമല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് എപ്പോഴും പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് വാങ്ങാറില്ല. ഞാൻ വെറ്റില കഷായമാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്ന അതിലും ചെറിയ രീതിയിൽ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് തന്നെ അതും കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ നമുക്ക് മുൻകരുതലായിട്ട് കുടിവെള്ളത്തിൽ ഉപയോഗിക്കുക. ഡെയിലി കൊടുത്താലും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല, ചെറിയ അളവിലേ കൊടുക്കാവൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, തുടർച്ചയായിട്ട് മഴയുള്ള ദിവസം നമ്മൾ കുടിവെള്ളം അല്ലെങ്കിൽ രാത്രി ഫുള്ള് മഴയാണ്, ഇപ്പോൾ രാവിലെ മോർണിംഗിൽ നമ്മൾ ഫസ്റ്റ് വെള്ളം കൊടുക്കുമ്പോൾ അത് ചെറിയ ചൂടുള്ള വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വീട്ടിലുള്ള ചോറ് ഊറ്റിയതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ 1-2 പീസ് ശർക്കര ഇട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കോഴികൾക്കനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ആ ചോറ് ഊറ്റിയ വെള്ളം അങ്ങനെ കൊടുക്കരുത്, കുറച്ചും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ശർക്കരയൊക്കെ ഇട്ട് അലിയിച്ചിട്ട് ചെറിയ ചൂടിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ പഴകിയ ഭക്ഷണമൊന്നും കൊടുക്കരുത്. നമ്മൾ ചോറ് അവർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കോഴികൾക്ക്, ഇപ്പോൾ ഞാനൊക്കെ കോഴികൾക്ക് ചോറ് ഉണ്ടാക്കുന്നതാണ്, കോഴികൾക്കായിട്ട് വേറെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മരുന്ന്, എന്താ പറയുക, മഞ്ഞൾ, അരിവേപ്പ്, പനിക്കൂർക്ക ഇതൊക്കെ ഉപയോഗിക്കാൻ ഇട്ടിട്ട് വേവിക്കാൻ, നല്ലോണം വേവരുത്, ചെറിയ രീതിയിൽ അരിയുമെന്ന് വിടുന്ന രീതിയിൽ വേവിച്ചിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അമ്മക്കോഴികൾക്ക് ഒരു 20, 25, 30 കുട്ടികളൊക്കെ ഇപ്പോൾ ചൂടുകാലത്ത് അങ്ങനെ അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഇനി അങ്ങനെ അമ്മക്കോഴികൾക്ക് 3-4 കോഴികൾക്ക് അട വെച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കൂടി ഒരു അമ്മക്കോഴിക്ക് ഇട്ട് കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബൾബും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, എന്നാലും നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു സമാധാനമാണല്ലോ. ഇനി ബൾബ് ഇടേണ്ടി വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആയിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പുറത്തേക്ക് നമ്മൾ കോഴികളെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം കോഴികളെ നമ്മൾ വിടുന്ന ഭാഗത്ത് തുടർച്ചയായി നമ്മൾ സ്ഥിരം വിടുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കോമ്പൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മഴവെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അവർ എന്തായാലും അവിടെ കാഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാഷ്ടത്തിലുള്ള വെള്ളം അവർ വീണ്ടും കുടിക്കുകയാണെങ്കിൽ അസുഖം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കാലിന് ചീച്ചിൽ വരും. ചില കോഴികൾക്ക് കാണാൻ കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കാലിൻ്റെ അടിഭാഗമൊക്കെ വീർത്തിട്ടുണ്ടാകും. ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ വൃത്തിയില്ലായ്മയിൽ നിന്ന് വരുന്നതാട്ടോ. അപ്പോൾ നമ്മൾ കൂടും പരിസരവും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടിൻ്റെ ഭാഗത്ത് ചെളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കെട്ടിക്കിടക്കാതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം ചെറിയ തോതിലുള്ള ഇംഗ്ലീഷ് മരുന്നുകളും നമ്മളെ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് വണ്ടി കിട്ടാനോ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഓരോരുത്തർക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ന്യൂറോബയോൺ, അതേപോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പാരസിറ്റമോൾ ലിക്വിഡ് ഉണ്ടല്ലോ, അത് അസിത്രാൾ, ചെറിയൊരു ഡോസുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് പൗഡർ. എൻഡ്രോന്നും ഡയറക്റ്റ് പെട്ടെന്ന് കൊടുക്കരുത്. എൻഡ്രോക്കെ ഹൈ ഡോസാണ്. അതൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴികൾക്ക് വേറെ ഏത് മരുന്ന് കൊടുത്താലും മാറൂല. അപ്പം ആദ്യം തന്നെ എൻഡ്രോ കൊടുത്ത് ശീലിപ്പിക്കരുത്. ചെറിയതിന്ന് നമുക്ക് വലുതിക്ക് പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ കയ്യിൽ കരുതുക. പിന്നെ എല്ലാത്തിനും ഉപരി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ വിര ഇളക്കലാണ് കേട്ടോ. വിര ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലത്താണ് വിരേൻ്റെ അസുഖം കൂടുതലും കാണുന്നത്. അപ്പോൾ വിര ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇളക്കാത്തവർ ഇപ്പോൾ തന്നെ വിര ഇളക്കിയിട്ട് 2 ഡോസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് വേറെ ഒന്നും കൂടെ ചെയ്യണ്ടേ. അപ്പം അത് രണ്ടും കൂടെ ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കുക. വിര ഇളക്കി കഴിഞ്ഞാൽ തന്നെ കോഴികളെ പകുതി അസുഖം മാറും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചൂട് കാലത്ത് കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഉണക്കാൻ ഇപ്പോഴും ഇടയ്ക്കൊക്കെ വെയിലുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ കോഴിക്കൂടിൻ്റെ ഭാഗത്ത് നമ്മൾ പുകയിടാൻ ശ്രദ്ധിക്കുക. പുക ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, കോഴികൾക്ക് നല്ലതാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും